സുന്ദരിയാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ രസമുണ്ടോ വെച്ചോ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദേ കൃഷ്ണനും രാധയും കൂടി നല്ല അടിപിടിയാണ് കേട്ടോ. ഇവരെ രണ്ടാളെയും കൂടി മേക്കപ്പ് ചെയ്യുക എങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. കാരണം അത്രയും ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഇവരെ രണ്ടുപേരെയും കൂടി. കാരണം ഒരാളായിരുന്നെങ്കിൽ പിന്നെ നിന്നേണ്ടിയിരുന്നു. ഇത് രണ്ടു പേരായതുകൊണ്ട് ഭയങ്കര കളിയായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ ഈ ഒരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗൈസ് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ ഭയങ്കര നോക്കിയിരിക്കലായിരുന്നു, മറ്റേ ആൾ ചെയ്യുമ്പോൾ മറ്റേ ആൾ ഭയങ്കര നോക്കിയിരിക്കലായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അവർക്കൊരു കൗതുകമായിരുന്നു ഈ മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ. ലച്ചുമോക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ അങ്ങനെ മേക്കപ്പായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ ഒരു തവണ കുറച്ചൊരു എന്താ പറയുക ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് അവളെ ഈ ഒരു ലുക്കിലേക്ക് എടുക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഇതിന് വേണ്ടി നിന്ന് കൊടുക്കും, പിന്നീട് അവൾ പിന്നെ അലമ്പാക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ഭയങ്കര ത്രില്ലായിരുന്നു, ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ എല്ലാ കാര്യത്തിനും നിന്നത്. ആകെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചത് ഹെയർ വെക്കുമ്പോഴാട്ടോ. അപ്പം മാത്രമേ ഫേസിന് എന്താ പറയുക ഒരു വന്നിട്ടുള്ളൂ. ഓരോന്ന് ചെയ്യുമ്പോഴും അവൾ കണ്ണാടി പോയി നോക്കും, എന്നിട്ട് വന്ന് കിടക്കും, വീണ്ടും പോയിട്ട് കണ്ണാടി പോയി നോക്കും, വീണ്ടും വന്ന് കിടക്കും. ഓരോ സെക്ഷൻ കഴിയുന്ന സമയത്തിനനുസരിച്ച് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കുട്ടി ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മൂനും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നേ വിചാരിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്നാണ് ചെയ്താലോ അമ്മൂന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മോ ഞാൻ ചേച്ചി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ മോനും കൂടി ഒന്ന് ഒരുക്കി വെക്കലേ ചേച്ചിയെന്ന് വെച്ചാൽ അമ്മ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശനിയാഴ്ച രാത്രി നല്ല ലേറ്റ് ആയപ്പോഴാണ് കേട്ടോ ഞാനൊരു റീൽ ഇങ്ങനെ കാണാനിടയായിട്ട്. അപ്പോൾ ഒന്ന് ഒരുക്കി നോക്കിയാലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ അമ്മൂന് മെസ്സേജ് അമ്മ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ചേച്ചി പോര് നാളെ പോര് ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു കേട്ടോ. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ചേച്ചി വരുന്നുണ്ടോ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എനിക്ക് ഹൈലൈറ്റിലൊന്നും പോകാണ്ട്, അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അഥവാ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, എന്താ ഡ്രസ്സ് ഇടാന്ന് വെച്ചപ്പോൾ എന്തെങ്കിലും ഷോളോ എന്തെങ്കിലുമൊക്കെ ഇടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. ഒരു തരത്തിലും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അവൾ തന്നെ പോയിട്ട് അവസാനം ഈ ചാന്തുണ്ടല്ലോ അത് വാങ്ങി കൊണ്ടുവന്നു, ഈ ഇങ്ങനെ പൊട്ടുപോലെ കുത്തല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒക്കെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയതാണ്. മോൻ്റെതാണ് കുറച്ചുകൂടി റിസ്ക് ഉണ്ടായിരുന്നത്. കാരണം അവനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അവനെല്ലാം പിടിച്ച് വലിച്ച് കളയുക, ഞങ്ങൾ വീണ്ടും ഇട്ട് കൊടുക്കുക, പിന്നെയും പിടിച്ച് വലിച്ച് കളയുക. മേക്കപ്പ് ചെയ്യാൻ 100% സഹകരിച്ചിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ 1% പോലും അവർ ഞങ്ങൾ കൂടെ നിന്ന് തന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഫോട്ടോ പോലും നല്ലത് കിട്ടിയിട്ടില്ല കേട്ടോ. ഒറ്റ ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. മേക്കപ്പ് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു, പെട്ടെന്ന് തോന്നിയൊരു കുഞ്ഞാഗ്രഹമായിരുന്നു അവരൊന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുക്കുക എന്നുള്ളത്. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്, ഫോട്ടോസ് കിട്ടിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മളിവിടെ പാലാഴിയിലുള്ള ഒരു കുഞ്ഞു യാത്രയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ, നല്ല ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, പോകാനേ പറ്റിയിട്ടില്ല കേട്ടോ മഴയായതുകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.